ഹായ്, എൻ്റെ പേര് അശ്വനി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡ അപ്ഡേറ്റ്സ് ഇൻ 2024 ആണ്. മെയിൻലി എല്ലാ സ്റ്റുഡൻസും ഇപ്പം നമുക്ക് കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ഇപ്പോഴും ഓപ്പണിംഗ് ഉണ്ടോ എന്നെല്ലാം ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. IRCC 2024 കുറച്ച് അപ്ഡേഷൻസ് വരുത്തിയിട്ടുണ്ട്, എസ്പെഷ്യലി അത് സ്റ്റുഡൻസിനാണ് വരുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് 2-year ക്യാപ്പ് ഓൺ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വിസ. അതായത് കഴിഞ്ഞ വർഷം, അതായത് 2023 അവരധികം റെസ്ട്രിക്ഷൻസ് ഒന്നും വരുത്തിയിരുന്നില്ല സ്റ്റഡി പെർമിറ്റ്. ഇപ്പോൾ ഈ ഹൗസിംഗ് ക്രൈസിസ് അങ്ങനത്തെ കുറച്ച് കാരണത്താൽ അവരിപ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് വരുത്തിയിട്ടുണ്ട്. അവർ 3,50,000 മാത്രമേ സ്റ്റഡി വിസ അപ്രൂവൽ റേറ്റ് ഈ 2024 കൊടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ 2023 സ്റ്റഡി പെർമിറ്റ്സിന്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 35% കുറവാണ്. ഈ കാരണത്താൽ സംടൈംസ് നമുക്ക് വെക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും, അതായത് സ്റ്റഡി പെർമിറ്റ്സും അപ്രൂവൽ ആവാൻ ചാൻസസും ഉണ്ടാവില്ല. അതുകൂടാതെ IRCC അടുത്ത് കൊണ്ടുവന്ന ചേഞ്ച് എന്ന് വെച്ചാൽ ജനുവരി 2024 തൊട്ട് ഏതെങ്കിലും പ്രൊവിൻസിൽ നമ്മൾ സ്റ്റഡി പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് പ്രൊവിൻസിൽ നിന്ന് അറ്റസ്റ്റേഷൻ ലെറ്ററും വേണ്ടി വരും. പണ്ട് ഇത് ക്യൂബക്കിന് മാത്രമാണ് ആക്ച്വലി ആവശ്യം ഉണ്ടായിരുന്നത്. ഇനി തൊട്ട് നിങ്ങൾ ഏത് പ്രൊവിൻസിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുന്ന് അറ്റസ്റ്റേഷൻ ലെറ്റർ മസ്റ്റ് ആണ്. നെക്സ്റ്റ് അവർ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലാണ്. അതായത് PPP, ഇറ്റ് മീൻസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഈ PPP ബേസ്ഡ് കോളേജസിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PGWP, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ലഭിക്കുകയില്ല. വേറെ നല്ലൊരു ചേഞ്ച് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇപ്പോൾ മേ ബി 1 year ആണെങ്കിൽ പോലും ഫെബ്രുവരി 15, 2024 തൊട്ട് ഏകദേശം 3 years വർക്ക് പെർമിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ സ്റ്റുഡൻസിനെ ബാധിച്ച് ഏറ്റവും വലിയൊരു ചേഞ്ചസ് എന്തെന്ന് വെച്ചാൽ GIC, നമ്മുടെ ഗ്യാരണ്ടി ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റിൽ അവർ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ 10,000 CAD ആയിരുന്നത് ഇപ്പം നല്ല ഉയർന്നിട്ടുണ്ട്, ഇരട്ടി 20,643 CAD ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അത് ആക്ച്വലി ഇവരുടെ ലീവിങ് എക്സ്പെൻസിന് വേണ്ടി കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് ആണിത്. നെക്സ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമ, അതേപോലെ തന്നെ PG ഡിപ്ലോമ UG കോഴ്സസിനൊന്നും സ്പൗസൽ വിസ ആപ്ലിക്കബിൾ അല്ല, സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആപ്ലിക്കബിൾ അല്ല. ആക്ച്വലി ഇത് PhD അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയുള്ളൂ. IRCC എന്തുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ മെയിൻ തിങ് ഈസ് അവിടെ ഹൗസിംഗ് ക്രൈസിസ് ആണ്. ഹൗസിംഗ് ക്രൈസിസ് പോലെ തന്നെ സെക്കൻഡ് വൺ ഈസ് ഇന്റർനാഷണൽ സ്റ്റഡി വിസ ഈസ് മിസ്യൂസിങ് ബൈ മെനി. ഇതൊന്ന് റെഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ആക്ച്വലി ഇവരിപ്പം ഇതിൽ കുറെ ക്യാപ്പ് കാര്യങ്ങൾ വരുത്തിയിരിക്കുന്നത്. ആക്ച്വലി ഈ IRCC വരുത്തിയിരിക്കുന്ന ഈ ചേഞ്ചസ് സ്റ്റുഡൻസിന് നല്ലത് മാത്രമേ വരും. ബിക്കോസ് ഈ പ്രൈവറ്റ് കോളേജസ് ഫീസ് മാത്രം മോഹിച്ച് അഡ്മിഷൻ കൊടുക്കുന്ന ഒത്തിരി കോളേജസ് ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി ഇത് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും. പിന്നെ സ്റ്റുഡൻസ് മെയിനായിട്ടും നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കോളേജസ് ആണോ, അവിടുത്തെ വേ ഓഫ് ടീച്ചിങ് ആൻഡ് ഓൾസോ അവർ DLA ലിസ്റ്റിലുള്ളതാണോ, അതായത് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ലിസ്റ്റിലുള്ളതാണോ എന്നെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. ചില പ്രൈവറ്റ് കോളേജസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് ഇവർക്ക് ഈ സ്റ്റുഡൻസിന് ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല. സ്റ്റുഡൻസ് എപ്പോഴും ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒരിക്കലും കോംപ്രമൈസ് വരുത്തരുത്. ബിക്കോസ് ഇത് ഒരു ലോങ് റൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആക്ച്വലി നീഡഡ് ആണ്. ഈ ക്യാപ്പ് കാര്യങ്ങൾ ഇവർ വരുത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു ദോഷവും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവർക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ ടാലന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാനും കൂടി വേണ്ടിയാണ് ഇവർ ആക്ച്വലി ഈ ക്യാപ്പ് കാര്യങ്ങളെല്ലാം ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഈ കാനഡ റിലേറ്റഡ് എന്തെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.